നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയപുത്രനായ ക്രിസ്തുവേശു മുഖാന്തരം തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, ആദരണീയരായ ദൈവത്തിൻ്റെ മക്കൾ, ഇതിനുശേഷം ഞങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വിശുദ്ധന്മാർ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഇതുവരെയും ഇമ്മാനുവേലിൻ്റെ വിസ്തൃതമേറിയ ചെറുകടിയിൽ നമ്മെ മറയ്ക്കുവാൻ, ഈ മരുഭൂമിയുടെ ഉഷ്ണക്കാറ്റുകളിൽ നിന്ന് നമുക്ക് തണലേകുവാൻ ദൈവത്തിന് പ്രസാദമായല്ലോ. ആയതിനായി ദൈവത്തിന് സ്തോത്രം. ഈ സന്ധിയെങ്കിൽ ആഴ്ചയുടെ അവസാനത്തെ ദിവസം, ഇതുപര്യന്തം നമ്മെ കാത്ത ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട്, ഇനിയുള്ള നാളിലും നമ്മെ കരം പിടിച്ച് നടത്തുവാൻ മതിയായവങ്കൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് മുന്നേറേണ്ടതിന് ദൈവം നമുക്കെല്ലാവർക്കും കൃപയേകട്ടെ. നാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. എല്ലാ ആഴ്ചയും പറയുന്നത് പോലെ കർത്താവിൻ്റെ വരവിന് താമസമായാൽ നാളെ നമുക്ക് പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലുമായിട്ട് അനുഗ്രഹീതമായ ആത്മീയ കൂട്ടായ്മകൾ നൽകപ്പെടട്ടെ. പല സ്ഥലങ്ങളിലും എതിർപ്പുകളും നിയമബാധ്യതകളും അത് നിമിത്തം കൂട്ടായ്മയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായിത്തീരുന്നതും ഒക്കെ സംഭവിക്കുന്നു. നമുക്കൊക്കെ ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിനായി ദൈവത്തിന് സ്തോത്രം. അത് നഷ്ടമാക്കാതെ നമുക്ക് ഉപയോഗിപ്പാൻ, വിനിയോഗിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. കർത്താവിന് സ്തോത്രം. കൂട്ടായ്മകൾക്ക് നമുക്ക് അവസരങ്ങളില്ലാതെ വന്നാലും ഇസ്രായേൽ മക്കൾ ശബത്ത് നാളിന് മുമ്പ് ശബത്ത് നാളിലേക്കും കൂടെ ഉള്ള മന്ന കരുതി സൂക്ഷിക്കുമായിരുന്നത് പോലെ നമ്മൾ പഠിക്കുന്ന ദൈവത്തിൻ്റെ വചനവും ഒക്കെ അങ്ങനെ ഒരു ക്ഷാമകാലം നമുക്ക് വരുന്നെങ്കിൽ അക്കാലത്തേക്ക് ഉപകരിക്കട്ടെ എന്നും അധികമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരുമിച്ച് തിരുവെഴുത്തുകളിലേക്ക് തിരിയുന്നു. കഴിഞ്ഞ ദീർഘമായ ദിവസങ്ങളിൽ നമ്മൾ 2-ാമത്തെ അധ്യായത്തിലായിരുന്നു നിന്നത്. 2-ാം അധ്യായത്തിൽ ഇനിയും അവസാനത്തെ വാക്യങ്ങളിൽ നിന്ന് മഹാപുരോഹിതൻ, പ്രായശ്ചിത്തം, പരീക്ഷിക്കപ്പെടുക എന്നൊക്കെയുള്ള പദങ്ങളുടെ വിശദീകരണങ്ങൾ ലഭിക്കുവാനായിട്ടുണ്ട്. എന്നാൽ നമ്മൾ അവിടെ നിൽക്കുന്നില്ല. അടുത്ത അധ്യായങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ വരും എന്നതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ആ ഭാഗങ്ങളെ ചിന്തിക്കാം. എങ്കിലും 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്നലെ വരെ നമ്മൾ പഠിച്ച 2-ാം അധ്യായത്തിലെ എന്തെങ്കിലും സംശയങ്ങൾ, വിശദീകരണം വേണം എന്നുള്ളതുണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഇല്ലാത്ത പക്ഷം നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് ഇന്ന് കയറുന്നു. എങ്കിൽ നമുക്ക് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് പ്രാർത്ഥനയോടെ ചുവട് വയ്ക്കാം.
3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. Chapter 3 verses 1 through 6. Therefore, holy brothers, who share in the heavenly calling, fix your thoughts on Jesus, the apostle and high priest whom we confess. He was faithful to the one who appointed him, just as Moses was faithful in all God's house. Jesus has been found worthy of greater honor than Moses, just as the builder of the house has greater honor than the house itself. For every house is built by someone, but God is the builder of everything. Moses was faithful as a servant in all God's house, testifying to what would be said in the future. But Christ is faithful as a son over God's house, and we are his house. If we hold if we hold on to our courage and the hope of which we boast. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു 1 തൊട്ട് 3 വരെയുള്ള 4-ാം വാക്യത്തിന്റെ പകുതി വരെ. അതുകൊണ്ട് ഞാൻ 4 എന്ന് തന്നെ അങ്ങ് പറയുന്നു. 1-ാം അധ്യായം 1 തൊട്ട് 4 വരെ നമ്മൾ കണ്ടു യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 1-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ ഒടുവ് മുതൽ, അതുകൊണ്ട് അവിടെയും 4-ാം വാക്യം മുതൽ എന്ന് തന്നെ പറഞ്ഞോട്ടെ, 4-ാം വാക്യം മുതൽ 13 അല്ലെങ്കിൽ 14-ാം വാക്യം വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ ആകുന്നു. ഇവിടെ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കാണുകയാണ് യേശുക്രിസ്തു മോശയേക്കാൾ വലിയവൻ. So in first chapter we saw Jesus is superior to the Old Testament prophets. Even as a prophet, Jesus is greater than all other prophets. Jesus Christ is, of course, a prophet of God, but he is not only a prophet. Rather, he is the Son of God. In chapter 1, verses 4 following, we have already seen Jesus is superior to angels, heavenly angels. That description went on in chapter 2 also. And now, Jesus is greater than Moses. വില്യം ബാർക്ലേ പറയുന്നത് greater than the greatest എന്ന, greater than the greatest as far as Jews are concerned. 1-ന്റെ ആദ്യ ഭാഗത്ത് യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 4 മുതൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. അതിന്റെ വിശദീകരണം 2-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾക്കകത്തും ഉണ്ട് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും തക്കതായ പ്രതിഫലം അഥവാ ന്യായവിധി നടത്തുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും എന്ന് പറഞ്ഞ് യേശുവിനെ കർത്താവ് എന്ന് അവതരിപ്പിക്കുന്നു. അപ്പോൾ 1-ന്റെ 4 മുതൽ 2-ാം അധ്യായം മുഴുവനും നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ.
രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലേഖകൻ പറയുന്നു, വളരെ എന്താണ് പറയുന്നത്, മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് മൂന്നാം അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അവിടെ അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് എബ്രായ ലേഖകൻ ആ കാര്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഒട്ടും വിട്ടുവീഴ്ച കൂടാതെയും. സ്തോത്രം. അവിടെ പറയുന്നത് യേശു മോശയേക്കാൾ വലിയവൻ എന്നാണ്. അല്പവും കൂടെ നമ്മൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ കാര്യം ഈ അധ്യായത്തിൽ നിന്ന് കാണുകയുണ്ടായി. അവിടെ ലേഖകൻ പറയുന്നത്, മോസസ് വാസ് ജസ്റ്റ് എ സെർവൻറ്റ്, ബട്ട് ജീസസ് ദ മാസ്റ്റർ ഓഫ് ദാറ്റ് ഹൗസ്, ദ മാസ്റ്റർ ബിൽഡർ. മോശ ദൈവത്തിൻ്റെ ഭവനത്തിലൊക്കെ ഭൃത്യനായിരുന്നു, ഭൃത്യൻ. എന്നാൽ യേശുവോ ഉടയവൻ, ഉടയവൻ. സ്തോത്രം. അപ്പോൾ അങ്ങനെ യഹൂദന്മാർ വളരെ ഗൗരവമായി കാണുന്ന ഒരു മർമ്മപ്രധാനമായ വിഷയം മൂന്നാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നു. ആ മാർമിക വിഷയം അവതരിപ്പിച്ചിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ 3:7 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ എഴുതി വിട്ടായിരുന്നു, എബ്രായ ലേഖനത്തിൽ കാണുന്ന 5 താക്കീതുകളിലെ രണ്ടാമത്തെ താക്കീത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? So chapter 3 verses 1 through 6, the author of the epistle speaks, Jesus is greater than Moses. Jesus is superior to Moses. And very description he gives us about to establish this fact and this truth. But from verses 7 following, we see the second warning found in Hebrews. സ്തോത്രം. മനസ്സിലായല്ലോ? അവിടെ അപ്പോസ്തലൻ സൂക്ഷ്മതയോടെയാണ് സംസാരിക്കുന്നത്. തല പോകാൻ സാധ്യതയുള്ള കാര്യമാണ് ഇവിടെ എബ്രായ ലേഖകൻ എബ്രായ വിശ്വാസികളോട് പറയുന്നത്. നമുക്കറിയാമല്ലോ, മുസ്ലിം സ്നേഹിതരുടെ അടുക്കൽ മുഹമ്മദിനെ കുറിച്ച് അവരെ വിശ്വസിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ പ്രവാചക നിന്ന എന്ന കുറ്റം ആരോപിച്ച് അവർക്ക് കടുത്ത ശിക്ഷ, വധശിക്ഷ വരെ കൊടുക്കാൻ സാധ്യതയുണ്ട്. പ്രവാചക നിന്ന, മതനിന്ന എന്നും പ്രവാചക നിന്ന എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ കുറ്റാരോപണങ്ങൾ നടത്താറുണ്ട്. ഏതാണ്ട് അതുപോലെയോ അതിലും തീവ്രമായോ യഹൂദന്മാർ ശ്രേഷ്ഠനായി കാണുന്നയാളാണ് മോശ. പക്ഷേ ഇവിടെ പ്രവാചകൻ പറയുന്നു, യേശുക്രിസ്തു നിങ്ങൾ ഏറ്റുപറയുന്ന മോശയേക്കാൾ വലിയവൻ. എല്ലാ അർത്ഥത്തിലും. അതിനെ ഒറ്റ വാക്കിൽ
അല്ലെങ്കിൽ ഒറ്റ വാചകത്തിൽ ഒതുക്കി നിർത്താനാണ് പറയുന്നത് യേശു മോശ ഭൃത്യനായിരുന്നെങ്കിൽ യേശു ഉടയവനാണെന്ന്. സ്തോത്രം. യേശു ഉടയവനാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ആ കാര്യം കണ്ടിരുന്നല്ലോ. 5-ാമത്തെ വാക്യം, വേഴ്സ് 5. Now Moses was faithful in all God's house as a servant to testify to the things that were to be spoken later. Moses was faithful in God's house, but as a servant. Now, verse 6. But Christ is faithful over God's house as a son, and we are his house, if indeed we hold fast our confidence and our boasting in our hope. സ്തോത്രം. Moses was servant, but Jesus the son, the heir of all. ദൈവത്തിൻ്റെ ഭവനത്തിൽ മോശ വിശ്വസ്തനായിരുന്നു. സ്തോത്രം. നമുക്കറിയാം, പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ച് അബ്രഹാം അവരുടെ പിതാവാണ്, അവരുടെ ഗോത്രപിതാവാണ്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും, അതിൽ അബ്രഹാമാണ് അവരുടെ ഏറ്റവും ആദ്യത്തെ പിതാവ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. അബ്രഹാമിനെയും സാറയെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ മോശയാണ് അവരുടെ ആധ്യാത്മികതയുടെ നേതാവ്. Abraham is their racial father. The Jewish race began from Abraham. And so Abraham has the patriarchal position. Abraham, Isaac and Jacob. അവരുടെ വർഗീയത എന്ന് പറഞ്ഞാൽ യഹൂദ ജാതി എന്ന അവരുടെ ജാതീയതയുടെ പിതാവാണ് അബ്രഹാം. യഹൂദ സമുദായത്തിൻ്റെ പിതാവ്, ഗോത്രപിതാവ് എന്നതുകൊണ്ട് വിളിക്കുന്നു. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഉണ്ട്. കാരണം നമുക്കറിയാം, യാക്കോബിൽ നിന്നാണ് ഇസ്രായേൽ പിന്നീട് വേർതിരിയുന്നത്. അബ്രഹാമിന് ഒന്നിലധികം മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒരുത്തനായ ഇസഹാക്കിൽ നിന്നുള്ള വംശമാണ് ഇസ്രായേലി വംശത്തിലേക്ക് വരുന്നത്. ഇസഹാക്കിനും, അബ്രഹാമിൻ്റെ ആ വാഗ്ദത്ത മകനായ ഇസഹാക്കിനും ഒന്നിലധികം മക്കൾ ഉണ്ടായിരുന്നു, യാക്കോവും ഏശാവും. പിന്നീട് ഏദോം എന്ന് ആയിത്തീർന്നത് ഈ ഏശാവാണെന്ന് നമുക്കറിയാം. എന്നാൽ ഏശാവിൻ്റെ വഴിയെ വിട്ടിട്ട് യാക്കോബിൻ്റെ ആ ഒരു വഴിയെ ദൈവം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് എബ്രായർ 12 വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, റോമർ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താ കാണുന്നേ? ദൈവം യാക്കോബിനെ സ്നേഹിച്ചെന്നും ഏശാവിനെ ദ്വേഷിച്ചെന്നും. അതിൻ്റെയൊക്കെ വിശദീകരണം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള കാരണമായിട്ട് നമുക്ക് എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ കാണാം. ഏശാവിനെ ദ്വേഷിക്കാൻ
അല്ലെങ്കിൽ ഏശാവിനെ തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു. സ്തോത്രം. എന്ന് വെച്ചാൽ താൽക്കാലികമായ കാര്യങ്ങളുടെ നേട്ടത്തിനു വേണ്ടി നിത്യമായതിനെ വില കുറച്ച് കണ്ട് ഉപേക്ഷിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ഏശാവ്. അതുകൊണ്ടാണ് ഏശാവിനെ വിട്ടുകളഞ്ഞത്. സ്തോത്രം. ഏശാവിനെ വിട്ടുകളഞ്ഞത്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാതിരുന്നത്. എന്നാൽ മറ്റദ്ദേഹം അങ്ങനല്ല. യാക്കോബ് തനിക്കുള്ളതൊന്നും ഒട്ട് കളയത്തുമില്ല. വേറെ എവിടുന്നെല്ലാം കിട്ടാമോ അതെല്ലാം സ്വരുക്കൂട്ടി വയ്ക്കുകയും ചെയ്യും. ആ ഒരു പ്രകൃതം ദൈവത്തിന് ഇഷ്ടമായിരുന്നു. അത് വേണമായിരുന്നു. എങ്കിൽ മാത്രമേ ദൈവം തിരഞ്ഞെടുത്ത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ റോമർ 9 എബ്രായർ 12 അവിടെ ഇസ്ഹാക്കിന്റെ വംശത്തിൽ നിന്ന് യാക്കോബിനെ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് കാണാം. അങ്ങനെ യാക്കോബിന്റെ വംശത്തിൽ നിന്ന് പിന്നെ അങ്ങനെ ഒരു വേർതിരിവ് കാണുന്നില്ല. യാക്കോബിന് ഇസ്രായേൽ എന്ന് നാമകരണവും കൂടെ ചെയ്ത് ആ യാക്കോബിന്റെ തലമുറകളെ മുഴുവനും ഇസ്രായേലിയർ എന്ന് വിളിക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. സ്തോത്രം. അങ്ങനെ അബ്രഹാം ഇസ്രായേലിയരുടെ ജാതി എന്ന നിലയിൽ, വംശം എന്ന നിലയിൽ, ഒരു റേസ് എന്ന നിലയിൽ അവരുടെ മൂലപിതാവാണ്. എന്നാൽ മോശയോ? സ്തോത്രം. അല്ല, ഇസ്രായേലുമായി അവരുടെ നേതൃത്വത്തിൽ വരുമ്പോൾ സ്പിരിച്വൽ പാട്രിയാർക്ഷിപ്പ്, സ്പിരിച്വൽ ഫാദർഹുഡ് ഈസ് ഫോർ മോസസ്. മറ്റേത് ഐശയ്യ 51, യെശയ്യ 51 അധ്യായത്തിന്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. ഐശയ്യ 51, 1 and 2. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കും. ഇതാണ് അവരുടെ ജാതീയം എന്ന് പറഞ്ഞാൽ അവരുടെ വംശം, അവരുടെ ആ ഒരു വർഗം, ജൂയിഷ് റേസ്, അതിൻ്റെ തുടക്കം. എന്നാൽ മോശയ്ക്കുള്ളത് ഈ സ്ഥാനമല്ല. മോശയ്ക്കുള്ളത് ദൈവവുമായി നേരിട്ട് ഇടപെട്ട വ്യക്തി എന്ന സ്ഥാനമാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച്
മോശയേക്കാൾ വലിയൊരു പ്രവാചകൻ വേറെ ഇല്ല. മോസസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റിലീജിയസ് ലീഡർ. മോസസ് ഈസ് the greatest of all prophets. No prophet is equal to Moses in Israel. No prophet. അതുപോലെ another uniqueness of Moses is he led the people of Israel in Exodus from the bondage of Egypt. ഇപ്പോൾ മോശയ്ക്ക് ഒത്തിരി വിശേഷണങ്ങളുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് മോശ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അവരുടെ സ്വകാര്യ സ്വത്താണ്, അവരുടെ സ്വകാര്യ അഹങ്കാരമാണെന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയത്തില്ലേ, അതുപോലെയാ മോശ. സ്തോത്രം. ദ ഹീറോ, അവരുടെ ഹീറോയാ മോശ. ജനിക്കുവാൻ അവസരവും അനുവാദവും ഇല്ലാതിരുന്നപ്പോൾ ജനിച്ചു. മഹാസുന്ദരൻ. ആ സൗന്ദര്യം തൻ്റെ ജീവനെ തന്നെ രക്ഷിച്ചു. പിന്നെ കൂലി ശമ്പളം മേടിച്ചോണ്ട് സ്വന്തം അമ്മയുടെ പാല് കുടിച്ചു. ശത്രുവിന്റെ ചെലവിൽ വീട്ടിൽ വളർന്നു. മുലകൂടി മാറുന്നത് വരെ മോശ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ആയിരുന്നിരിക്കാനാ സാധ്യത. അതിനുശേഷം കൊട്ടാരത്തിൽ വളർന്നു. നമ്മൾ അറിയുന്നത് പോലെ എല്ലാ വിദ്യകളും മിസ്രൈമിലേത് താൻ പഠിച്ചെടുത്തു. ശാരീരിക അഭ്യാസം ഉൾപ്പെടെ എല്ലാം പഠിച്ചെടുത്തു. അടുത്ത കിരീടാവകാശിയായി തനിക്ക് മാറാം. പക്ഷേ താൻ അവിടെ നിന്നും മാറുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്നു. വളരെ ഹീറോയിസത്തിലൂടെ തന്നെ, തൻ്റെ കഴിവുകൾ കൊണ്ടല്ല, ദൈവം തന്നെ ഉപയോഗിച്ച് ഭയങ്കര മഹത്വത്തോടെ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു പോരുന്നു. അങ്ങനെ ഇസ്രായേലിനെ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നും വിമോചിപ്പിച്ച അവരുടെ ആത്മീയ നേതാവാണ്. വേണമെങ്കിൽ അവർ രാഷ്ട്രീയ നേതാവെന്നും കൂടെ മോശയെ കാണും. പക്ഷെ അതിലുപരി മോശ അവരുടെ ആത്മീയ നേതാവ്. മറ്റുള്ളവരോടെല്ലാം, മറ്റെല്ലാ പ്രവാചകന്മാരോടും ദൈവം സ്വപ്നം കൊണ്ടും ദർശനങ്ങൾ കൊണ്ടുമൊക്കെ സംസാരിക്കുമ്പോൾ മോശയോട് ദൈവം സംസാരിച്ചത് മൗത്ത് ടു മൗത്ത്, ഫേസ് ടു ഫേസ്, ഫേസ് ടു ഫേസ്. സ്തോത്രം. വളരെ അനുഗ്രഹീതമായ നിലയിൽ, മറ്റാർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത നിലയിൽ ദൈവം മുഖാമുഖമായി മോശയോട് സംസാരിച്ചു. സ്തോത്രം. അപ്പോൾ ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കുന്ന, ദൈവം നേരിട്ട് സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കിയ കൽപ്പലകകളെ, സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതിയ കൽപ്പനകളെ കൈമാറുന്ന, സ്തോത്രം, ഒരവസ്ഥയാണ് മോശയുമായുള്ള ബന്ധത്തിൽ. അത്രയും ശ്രേഷ്ഠൻ ഇസ്രയേലിനെ സംബന്ധിച്ച് വേറെ ആരുമില്ല. സ്തോത്രം.
സംഖ്യാപുസ്തകം 12:7 കൂടെ നോക്കിക്കാട്ടെ. നമ്പേഴ്സ് 12:7. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തൻ ആകുന്നു. സ്തോത്രം. ദൈവം തന്നെ സാക്ഷീകരിച്ച കാര്യമാണ് ഇവിടെ എബ്രായ ലേഖകൻ 3-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ യഹൂദന്മാർ അതിശ്രേഷ്ഠനായി കാണുന്ന, നിസ്തുലനായി കാണുന്ന, ആരെക്കാളും വലിയവനായി കാണുന്ന മോശയുമായിട്ടാണ് ഇപ്പോൾ യേശുവിനെ എബ്രായ ലേഖകൻ താരതമ്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ സെൻസിറ്റീവ് ഇഷ്യൂ. ഇതുവരെ പറഞ്ഞതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. പ്രവാചകന്മാരെക്കാൾ വലിയവനാ, ഓ കുഴപ്പമില്ല. ദൂതന്മാരെക്കാൾ വലിയവനാ, അതും അവർക്ക് പ്രശ്നമില്ല. കാരണം ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാ. 2nd സെഞ്ച്വറിയിൽ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ റബ്ബായി ജോസ് ബെൻ ഖലഫ്ത എന്ന് പറയുന്ന ഒരു യഹൂദ റബ്ബി മോശയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. God calls Moses faithful in all his house, and thereby he ranked him higher than the ministering angels themselves. ജോസ് ബെൻ പറയുന്നത് മോശയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മോസസ് വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ ദ ഹൗസ് ഓഫ് ഗാഡ്, and therefore he is ranked even greater than or higher than the ministering angels. ദൈവം മോശയെ തൻ്റെ ഭവനത്തിലൊക്കെ വിശ്വസ്തനെന്ന് സംബോധന ചെയ്തിരിക്കുന്നതിനാൽ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായിട്ടാണ് മോശയെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് എന്നാണ് ഈ റബ്ബിയുടെ പ്രസ്താവന, ഈ യഹൂദ ഗുരുവിൻ്റെ പ്രസ്താവന. എന്ന് വെച്ചാൽ ദൂതന്മാരെക്കാൾ മോശയുടെ സ്ഥാനം മുകളിലാണെന്നാണ് യഹൂദന്റെ വയ്പ്. That means Jews consider Moses higher than or superior than angels. അതുകൊണ്ട് യേശു പ്രവാചകന്മാരെക്കാൾ വലിയവനെന്ന് പറഞ്ഞത് യഹൂദന് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ല. ദൂതന്മാരെക്കാൾ വലിയവനാണെന്ന് പറഞ്ഞതും പ്രശ്നമില്ല. കാരണം മോശയുടെ സ്ഥാനം ദൂതന്മാർക്ക് മുകളിലായിട്ട് യഹൂദന്റെ കണക്ക് കൂട്ടലിൽ. അത് പറഞ്ഞ് വഴിവെട്ടി ഇപ്പോൾ എബ്രായ ലേഖകൻ വന്നിട്ട് പറയുകയാണ്, യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ മാത്രമല്ല, ദൂതന്മാരെക്കാൾ മാത്രം ശ്രേഷ്ഠനല്ല, മോശയെക്കാളിലും വലിയവനാണ്. സ്തോത്രം. ഇത് മതി എഴുത്തുകാരൻ്റെ ജീവൻ പോകാൻ, എബ്രായ ലേഖകന്റെ ജീവൻ പോകാൻ, തല പോകാൻ. പക്ഷേ അദ്ദേഹം ഭയന്നില്ല. യേശുക്രിസ്തുവിൻ്റെ
നിസ്തുലത എവിടെയും എന്തു വില കൊടുത്തും പറയാൻ നമ്മൾ തയ്യാറായിരിക്കണം. ആവർത്തിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നിരുപമതയും നിസ്തുലതയും ശ്രേഷ്ഠതയും എന്തു വില കൊടുത്തും ആരോടും എവിടെ വച്ചും പറയുവാൻ നാം തയ്യാറായിരിക്കണം. സ്തോത്രം. Even at the cost of our life, we should not compromise in presenting the superiority and rather the uniqueness of Jesus Christ. സ്തോത്രം. ഇതേ സംഗതിയാണ് അപ്പോസ്തലനായ പത്രോസ് ചീറ്റപ്പുലികളെ പോലെ തനിക്കെതിരെ ചീറിയെടുക്കാൻ നിൽക്കുന്ന യഹൂദ മത നേതാക്കന്മാരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. അപ്പോസ്തല പ്രവർത്തികൾ 4-ാമത്തെ അധ്യായത്തിൽ. സ്തോത്രം. 2-ാം അധ്യായം മുതലേ പത്രോസ് തുടങ്ങി. 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ താൻ വിളിച്ചു പറഞ്ഞ നമുക്കറിയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശുക്രിസ്തുവിൻ്റെ നിസ്തുലത, യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത, തനിക്ക് തുല്യം ചൊല്ലാൻ വേറെ ആരുമില്ല എന്ന യാഥാർത്ഥ്യം എപ്പോഴും നാം അത് അംഗീകരിക്കണം. അവസരം ലഭിക്കുന്നിടത്തെല്ലാം നാം അത് പ്രഖ്യാപിക്കണം. ഇവിടെ അപ്പോസ്തലനാ ചെയ്യുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശുവിനെ ഉയർത്തുവാനാണ്. വേറെ ആർക്കും മീതെ, വേറെ എന്തിനും മീതെ ക്രിസ്തുവിനെ ഉയർത്തണം. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും പഠിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ നിസ്തുലതയും യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ നിസ്തുലതയും, ഇത് രണ്ടും നാം വെള്ളം ചേർക്കാതെ എവിടെയും എന്ത് വില കൊടുത്തും പറയണം. സ്തോത്രം. ജീവൻ പോകുമായിരിക്കും, സാരമില്ല, സാരമില്ല. ഇവിടെ ഏറ്റവും അപകടകരമായൊരു സ്ഥിതിയാണ്. അവിടെ പക്ഷേ എബ്രായ ലേഖകൻ അനുരഞ്ജനത്തിന് തയ്യാറല്ല, ഉഴപ്പിവിടാൻ തയ്യാറല്ല. ഇന്ന് നമ്മുടെയൊക്കെ പല വേദികളിലും, നമ്മുടെ പല കൺവെൻഷൻ വേദികളിലും രാഷ്ട്രീയക്കാരും സാമൂഹിക നേതാക്കന്മാരും ഒക്കെ വന്നിട്ട് എല്ലാം ഒന്ന് തന്നെ, എല്ലാ നദികളും കടലിൽ ചെന്ന് ചേരുന്നു, എല്ലാ വഴികളും റോമിലേക്ക്, അതുപോലെ എല്ലാ ദൈവങ്ങളും അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ഒരേ ദൈവത്തിങ്കിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയിട്ട് പോന്നു. അത് കേട്ടും ആത്മാവിലാകുന്നവർ ഇല്ലാതില്ല നമ്മുടെ കൂട്ടത്തിൽ, നമുക്കറിയാം. എന്നാൽ ചിലരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒന്നും സ്റ്റേജിൽ കയറ്റി ഇരുത്താറില്ല. ചിലരിരുത്തിയാലും മൈക്ക് കൊടുക്കാറില്ല. ഒരു ബിഗ് സല്യൂട്ട്. അവർ വരട്ടെ, ഇരിക്കട്ടെ,
അവരുടെ സാന്നിധ്യത്തെ ഒന്ന് അക്നോളജ് ചെയ്തോളൂ. ഒന്ന് പറ, ആ ഇന്ന ആള് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ സദസ്സ് മുഴുവനും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തോട്ടെ. 1 തിമോഥെയോസ് 2:1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഭരണം നടത്താൻ ദൈവം കൃപ കൊടുക്കണേ എന്ന്. അടുത്തൊരു ടീമും കൂടെ ജയിച്ചു വരണമെന്നൊന്നും പ്രാർത്ഥിക്കണ്ട, അതൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ട്. ഇപ്പോൾ ഭരണം നടത്തുന്ന ആൾ ആണെങ്കിൽ ഈ പറഞ്ഞ 1 തിമോഥെയോസ് 2:1-2 വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് എവിടെ ഒരവസരം ലഭിച്ചാലും ഈ 2 കാര്യങ്ങൾ നാം ഉയർത്തിപ്പിടിക്കണം. യേശുവിൻ്റെ ആളത്വത്തിൻ്റെ നിസ്തുലതയും യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ നിസ്തുലതയും. ഇവിടെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലും എബ്രായ ലേഖകൻ അക്കാര്യം ഏറ്റെടുത്തു. വളരെ സന്തോഷം. പത്രോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തു, വിസ്താരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കുറ്റം വിധിച്ചിട്ടില്ല, ശിക്ഷ വിധിച്ചിട്ടില്ല. അപ്പോഴാണ് മഹാപുരോഹിതന്റെ മുറ്റത്ത് തീ കാഞ്ഞുകൊണ്ട് പത്രോസുണ്ട്. പലപ്പോഴായിട്ട് തന്നോട് യേശുക്രിസ്തുവിനോടുള്ള തൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അവനെ അറിയുന്നുപോലുമില്ല എന്ന് പല്ലും കടിച്ച് മുടിയൊക്കെ പിച്ചി ചിത്തിക്കൊണ്ടായിരിക്കും പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ചെറിയ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ അവരെല്ലാവരും കൂടെ ഒന്നുമല്ല ചോദിച്ചതും. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക, തീയായല്ലേ. അപ്പോഴാണ് പത്രോസിനോട് ഈ കാര്യം ചോദിക്കുന്നത്. പക്ഷെ താൻ ഭയപ്പെട്ടു പോയി. ഹി വാസ് അഫ്രെയ്ഡ് ടു റിവീൽ ഹിസ് അക്വൈൻറ്റൻസ് വിത്ത് ജീസസ് ആൻഡ് therefore he just rejected, despised Christ. യേശുവിനെ തള്ളിപ്പറഞ്ഞു. സ്തോത്രം. പക്ഷേ പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ച പെന്തക്കോസ്ത് നാളിൽ ഏതാണ്ട് ഒരു 12-13 ദിവസം കഴിഞ്ഞപ്പോഴേക്കും, യേശുവിനെ തള്ളിപ്പറഞ്ഞതിന് ഒരു 12-13 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പത്രോസ് ആകെ ആള് മാറിപ്പോയി. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ 35-36 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ. ബാക്കി പറയുകയോ വായിക്കുകയോ ചെയ്തു. ഈ യേശുവിനെ തന്നെ ആ. ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പത്രോസ് ഇപ്പൊ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. സ്തോത്രം. ദൈവം ഉയർപ്പിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുക. അതേ യേശുവിനെ ദൈവം ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു. എന്നിട്ടാണ് 4-ാം അധ്യായത്തിലേക്ക് പിന്നെ വരുമ്പോൾ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, ഞാൻ രക്ഷിക്കപ്പെടുവാൻ, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല.
സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടോ എന്നതിന് ഒരു പ്രധാനപ്പെട്ട അടയാളമാണിത്. സ്തോത്രം. ആവർത്തിക്കുന്നു, നമ്മൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരാണോ എന്നറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണിത്. എന്താ? ആത്മാവ് വന്നാൽ നമ്മുടെ ഭയവും നമ്മുടെ നാണവും ആശങ്കകളും എല്ലാം മാറും. എന്നിട്ട് നാം പ്രത്യേകാൽ ധൈര്യം പ്രാപിക്കും. എന്തിനാ ധൈര്യം പ്രാപിക്കുന്നത്? എന്തിനാ ധൈര്യം പ്രാപിക്കുന്നത്? യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് പ്രസംഗിക്കാൻ. സ്തോത്രം. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് പ്രസംഗിക്കുവാൻ. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. ആക്ട്സ് 9:19 and 20. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. സ്തോത്രം. യേശു തന്നെ ദൈവപുത്രൻ എന്ന് അതുവരെ മുടിക്കാൻ നടന്നവനാ. പൗലോസിന്റെ കാര്യമാ പറയുന്നത്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ ആ പൗലോസ് പള്ളികളിൽ, യഹൂദന്മാരുടെ ആരാധനാലയങ്ങളിൽ, പ്രാർത്ഥനാ ഭവനങ്ങളിൽ പോയിട്ട് യേശു തന്നെ ദൈവപുത്രനെന്ന് സ്തോത്രം തെളിയിച്ചു, ഉറപ്പിച്ച് പ്രസംഗിച്ചു പോന്നു. സ്തോത്രം. പതിനെട്ടാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തികളുടെ 18-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, 28-ാമത്തെ വാക്യം, 18:28. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. അപ്പല്ലോസിനെ പറ്റിയാ പറയുന്നത്. സ്തോത്രം. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു, ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഖണ്ഡന പ്രസംഗത്തിനൊക്കെ അടിസ്ഥാനമായിട്ടെടുക്കുന്ന വാക്യങ്ങളാണ്. അപ്പം പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച അന്ന് തന്നെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയെക്കുറിച്ച് പ്രസംഗിച്ചു. പിന്നെ തല പോകുമോ എന്ന് ഭയം ഉണ്ടായില്ല. വിരട്ടിയപ്പോൾ ചിലപ്പം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതൊക്കെ തീ കാഞ്ഞ ആൾക്കാര് പരത്തിക്കാണും. അപ്പോൾ യഹൂദന്മാർക്ക് തോന്നിക്കാണും ഇവനെ പിടിച്ചൊന്ന് വിരട്ടിയാൽ പരിപാടി നിന്നോളൂ എന്ന്. അങ്ങനെ പത്രോസിനെയും യോഹന്നാനെയും കൂടെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അവരങ്ങോട്ട് ചോദിച്ചത്, നിങ്ങൾ പറ, ആരെ അനുസരിക്കുന്നതാ ദൈവത്തിന് മുമ്പാകെ ആ, ന്യായം? ന്യായം ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് നിങ്ങൾ തന്നെ പറയാൻ. സ്തോത്രം. എവിടുന്ന് കിട്ടി ധൈര്യം? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ലഭിച്ചതാ. നാമും ആത്മനിറവ് പ്രാപിച്ചാൽ
ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇടയിൽ തെറ്റായൊരു പഠിപ്പീര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റെന്ന് പറയുന്നില്ല, ശരിയായുള്ളതല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. യേശു കർത്താവ് എന്താ പഠിപ്പിച്ചേ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അതിൻ്റെ ആദ്യ അടയാളം എന്താണെന്നാ? boldness of spirit. ബോൾഡ്നെസ് ഓഫ് ദി സ്പിരിറ്റ്. ഓക്കെ, മറ്റെന്തെങ്കിലും? പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചുള്ള ബോധം. അല്ല, അത് ലോകത്തിനാ, ദൈവമക്കൾക്കല്ല. You will be യേശുവിനെ my കുറിച്ചുള്ള witnesses. സാക്ഷ്യം പറയും. ശക്തി ലഭിച്ചിട്ട് ദേശമെല്ലാം പോയി ദൈവത്താൽ നടത്തപ്പെടും. 1:8 അപ്പോസ്തല പ്രവൃത്തികൾ. അതെ. 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ശക്തി ലഭിക്കും. ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിച്ചാലേ ശക്തി ലഭിക്കും. 2, സാക്ഷികളാകും. എൻ്റെ സാക്ഷികളാകും. സ്തോത്രം. യേശു കർത്താവ് പരിശുദ്ധാത്മ നിറവിൻ്റെ അടയാളമായി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ 2 കാര്യങ്ങളായത്. എംപവർമെന്റ് ഫോർ വിറ്റ്നസിങ്. എംപവർമെന്റ് ആൻഡ് വിറ്റ്നസിങ് ഓർ എംപവർമെന്റ് ഫോർ വിറ്റ്നസിങ്. യേശുക്രിസ്തുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി ശക്തീകരിക്കപ്പെടുന്നതാണ് ആത്മനിറവിൻ്റെ ആദ്യ അനുഭവമായി ക്രിസ്തു നമ്മെ ഉപദേശിച്ചത്. പക്ഷെ നമ്മൾ അതിനെ അന്യഭാഷാ ഭാഷണത്തിൽ മാത്രം ഒതുക്കി. ആ തെറ്റാണ് നമ്മൾ ചെയ്തത്. അന്യഭാഷാ ഭാഷണം ഉണ്ട്. 1986 ജനുവരി മാസം 3-ാം തീയതി ഞാൻ അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ചയാളാണ്. അന്ന് മുതൽ ഇന്നു വരെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും അനുസരിച്ച് അന്യഭാഷകളിൽ സംസാരിക്കാറുണ്ട്. പിന്നെ ആവോളം പ്രസംഗവേദികളിൽ അന്യഭാഷയിൽ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രസംഗവേദികളിൽ അത് അന്യഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് പറയുന്നത് പോലെ കേൾവിക്കാർക്ക് മനസ്സിലാകത്തില്ല എന്ന കാരണത്താലാണ് താനും. അന്യഭാഷ പറയാനും ദൈവത്തെ സ്തുതിക്കാനും വേറെ അവസരം ഉള്ളതുകൊണ്ടും കൂടെ പ്രസംഗിക്കുവാൻ, വചനം പറയുന്നതിനുള്ള അവസരത്തെ അതിനുവേണ്ടി മാറ്റിവെക്കാറില്ല. എന്നാൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ച് നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്ത് ആ നിലയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അന്യഭാഷ പറഞ്ഞുകൂടാ, പ്രസംഗവേദിയിൽ പറഞ്ഞുകൂടാ എന്നില്ല. അതും ചുരുക്കം സന്ദർഭങ്ങളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനെതിരല്ല. പക്ഷേ നമ്മൾ ആത്മനിറവിൻ്റെ ഏകവും ബാഹ്യവുമായ അടയാളം അന്യഭാഷാ ഭാഷണമെന്ന് പറഞ്ഞു നിർത്തിയതാണ് തെറ്റായിപ്പോയത്. അതുകൊണ്ടെന്താ, നമ്മുടെ ഇടയിൽ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവർ കുറവാണ്. യേശുവിനെപ്പറ്റി സുവിശേഷം പറയുന്നവർ കുറവാണ്. സ്തോത്രം. അന്യഭാഷാ ഭാഷണത്തിൻ്റെ വിഷയം ഒട്ടും അനുരഞ്ജനം നടത്തണ്ട. അത് വേണം. ആ നിറവ്
നമുക്ക് വേണം, ആ അന്യഭാഷാ ഭാഷണം നമുക്ക് വേണം, ഭാഷാ വ്യാഖ്യാനം വേണം, പ്രവചനം വേണം, രോഗശാന്തി, ഭൂതശാന്തി. ഭൂതശാന്തി എന്ന ബൈബിളിൽ വാക്കില്ല കേട്ടോ, സ്തോത്രം. രോഗശാന്തി എന്നുണ്ട്. പിന്നെ പറഞ്ഞു വരുന്നതാണ് രോഗശാന്തി, ഭൂതശാന്തി, ഈ വിധമായ എല്ലാ വരങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ആത്മാക്കളുടെ വിവേചനം എന്നൊരു വരവും, പിന്നെ സംയമനം, സെൽഫ് കൺട്രോൾ എന്ന ഈ 2 വരങ്ങൾക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിച്ചോണം. We should have all the gifts in our churches, not in one person. ഒരു വ്യക്തിയിൽ ഈ എല്ലാ വരങ്ങളും കൂടെ കാണില്ല, അത് ദൈവം കൊടുക്കത്തില്ല. പൗലോസ് അതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സഭകളിൽ ഈ വരങ്ങളെല്ലാം ഉള്ളവർ വേണം. പ്രത്യേകിച്ച് നമ്മൾ വ്യക്തിപരമായും സഭയായും ആത്മാക്കളുടെ വിവേചനം വരമുള്ളവരായിരിക്കണം. ദ ഗിഫ്റ്റ് ഓഫ് ഡിസേണിങ് സ്പിരിറ്റ്സ്, ഡിസേൺമെന്റ്. മറ്റൊന്ന് സെൽഫ് കൺട്രോൾ, ആത്മസംയമനം, അഥവാ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ഇന്ദ്രിയജയം. ഇന്ദ്രിയജയം. സ്തോത്രം. നമ്മുടെ വിഷയം അതല്ല. പക്ഷേ എബ്രായ ലേഖകൻ 3-ാം അധ്യായത്തിൽ വളരെ അപകടകരമായൊരവസ്ഥയിലും യേശു മോശയേക്കാൾ വലിയവനെന്ന് സധൈര്യം കുറിച്ചു വയ്ക്കുന്ന വിഷയത്തോടനുബന്ധിച്ച് ഇത് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മൾ അന്യഭാഷ പറഞ്ഞിട്ടും പ്രവചിച്ചിട്ടും വ്യാഖ്യാനിച്ചിട്ടും ഒക്കെ സുവിശേഷം പറയാൻ നാണമോ ഭയമോ ഇന്നും തോന്നുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, കർത്താവേ, അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറഞ്ഞ ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ, എന്നിലെ ഭയങ്ങളെ അകറ്റണമേ. സ്തോത്രം. ധൈര്യത്തോടെ ആരോടും എവിടെയും യേശു തന്നെ ഏകരക്ഷകൻ, യേശു തന്നെ ഏക കർത്താവ്, യേശുവിൽ കൂടെ അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന നിസ്തുല സത്യങ്ങൾ വിളിച്ചു പറയുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം, അങ്ങനെയുള്ള ഒരു ആത്മാവിനെ നമുക്ക് നൽകേണ്ടതിന്. സ്തോത്രം. അപ്പോൾ 3-ാം അധ്യായത്തെക്കുറിച്ചുള്ള ഒരു പൊതു സംഗതിയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. യേശു കർത്താവ് മോശയേക്കാൾ വലിയവൻ. മോശ ഇസ്രായേലിൻ്റെ ആധ്യാത്മിക നേതൃത്വത്തിൽ ഏറ്റവും അഗ്രഗണ്യൻ. ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പിതാവെന്ന് വേണമെങ്കിൽ മോശയെ വിളിക്കാം. ഇസ്രായേൽ എന്ന ജാതിയുടെ മൂലപിതാവ് അബ്രഹാമാണെങ്കിൽ ആധുനിക ഇസ്രായേലിൻ്റെ സ്ഥാപകൻ എന്ന് വേണമെങ്കിൽ മോശയെ വിളിക്കാം. സ്തോത്രം. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് മോശ എന്ന് ഇസ്രായേൽ യഹൂദൻ കരുതുന്നു. പക്ഷെ ഇവിടെ എബ്രായ ലേഖകൻ പറയുന്നു, ആ മോശയെക്കാളും യേശു വലിയവൻ. എങ്ങനെയെന്നുള്ള വിവരണങ്ങൾ നമുക്കവിടെ കാണാം. യേശുവിൻ്റെ നിസ്തുലത ഈ ഭീകരാവസ്ഥയിലും വിളിച്ചു പറഞ്ഞ് നമുക്ക് എബ്രായ ലേഖകൻ മാതൃക കാണിക്കുകയാണ്. നാമും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും എവിടെയും ആരോടും സങ്കോചം കൂടാതെ യേശു തന്നെ ദൈവപുത്രൻ, യേശു ഏക രക്ഷകൻ, യേശു ഏക കർത്താവ് എന്ന് വിളിച്ചു പറയുവാൻ
എഴുതുവാനും പ്രസംഗിക്കുവാനും നമുക്കും ധൈര്യമുണ്ടാകണം. അങ്ങനെ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. എന്നാൽ ഇന്നും ഭയവും നാണവുമൊക്കെ നമ്മെ ഭരിക്കുന്നെങ്കിൽ നാം പ്രാപിച്ച ആത്മാവ് ഏത് എന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. സ്തോത്രം. യേശു ആരിലും ഉന്നതൻ. തുല്യം ചൊല്ലാൻ ആരുമില്ല. ആ കാര്യം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. അതിനായി നമുക്ക് അരമുറുക്കാം. സ്തോത്രം. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ലെന്ന് കരുതട്ടെ. അപ്പോൾ നമുക്കും പത്രോസിനെ പോലെ, എബ്രായ ലേഖകനെ പോലെ ധൈര്യമുള്ളവരായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയെ പ്രകീർത്തിച്ചുകൊണ്ട് നിരന്തരം ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവിന് മഹത്വം. മാറാനാഥ.